പ്രിയപ്പെട്ടവരെ, നമസ്തേ. ഗ്ലോറിയ മീഡിയയുടെ കർത്തൃപാദത്തിങ്കൽ അല്പനേരം എന്ന പരിപാടിയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബില്ലി ഗ്രഹാം എന്ന് പേര് കേട്ടാൽ തന്നെ അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകൻ എന്ന് സംശയം കൂടാതെ പറയാം. അദ്ദേഹം ഒരിക്കൽ സുവിശേഷ പ്രസംഗത്തിനായി ന്യൂയോർക്കിനടുത്തുള്ള ഹാലിഫാക്സ് എന്ന സ്ഥലത്തേക്ക് പോയി. ഹാലിഫാക്സ് കാനഡയുടെ ഒരു പ്രവിശ്യയാണ്. എങ്കിലും അതിന്റെ ലൊക്കേഷൻ ന്യൂയോർക്കിനോട് ചേർന്ന് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഹാലിഫാക്സിൽ പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം പോകേണ്ടുന്ന ദിവസത്തിന് ഒരു ദിവസം മുമ്പേ അദ്ദേഹം അവിടെ ചെന്നു. അപ്പൊ ഈ പ്രോഗ്രാം നടക്കുന്ന എവിടെയാണെന്ന് അദ്ദേഹത്തിന് വലിയ നിശ്ചയമില്ലായിരുന്നു. പ്ലെയിനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ടാക്സി പിടിച്ചിട്ട് സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇത് എവിടെയാണ് നടക്കുന്ന അറിയാത്തത് കൊണ്ട് ഒരു കൊച്ചു പയ്യനെ കണ്ടു. അയാളോട് ചോദിച്ചു, മോനെ, നീ ഈ സ്ഥലം അറിയാമോ എന്ന് ചോദിച്ചു. പ്രോഗ്രാം നോട്ടീസ് കാണിച്ചിട്ട് ചോദിച്ചു, ഈ പ്രോഗ്രാം ഇത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് കാണും, പിന്നെ അവിടുന്ന് അതിന്റെ പുറകിലായിട്ടുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പൊ ബില്ലി ഗ്രഹാം ചോദിച്ചു, നീ വരുന്നോ? ഞാന് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പിന്നെ പയ്യൻ പറഞ്ഞു, പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി അറിയില്ല, പിന്നെ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബില്ലി ഗ്രഹാം അവിടെ ചെന്നു, സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ഈ സംഘാടകരൊന്നും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ വലിയ പ്രസംഗം നടക്കുക, സുവിശേഷ പ്രസംഗം നടക്കാണ്, വേറെ ആരുമാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ചിട്ട് ഈ കൺവെൻഷൻ നഗറിന്റെ അങ്ങ് പിന്നിൽ ചെന്നിരുന്നു, ഏറ്റവും പിന്നിൽ ചെന്നിരുന്നു. ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, കാരണം അദ്ദേഹം വരേണ്ട ദിവസം ആ ദിവസമായിരുന്നില്ല. അപ്പൊ അവിടെ പോയിരുന്നു. അവിടെ തകർപ്പൻ പ്രസംഗം നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു സുവിശേഷ പ്രസംഗം പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കൈകൾ ഉയർത്തുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ കൈ ഉയർത്തി, അതിനുശേഷം കുറെ പേര് മുന്നോട്ട് കടന്നു പോയി. അപ്പൊ ബില്ലി ഗ്രഹാം ഇങ്ങനെ ചുറ്റും നോക്കി, ആരൊക്കെ പോകുന്നുണ്ട് എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി. തൊട്ട് അടുത്തിരിക്കുന്ന ഒരാള് ഒന്ന് എഴുന്നേറ്റു, പോകാനെന്നുള്ള മട്ടിൽ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിചാരത്തോടു കൂടി പുള്ളി അങ്ങിരുന്നു. അപ്പൊ ഒരു അർത്ഥ മനസ്സേ ഉള്ളൂ, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു അർത്ഥ മനസ്സേ ഉള്ളൂ. ബില്ലി ഗ്രഹാം ചോദിച്ചു, എന്താ മുന്നോട്ട് പോകുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ കൂടെ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് പ്രേരിപ്പിക്കാനായിട്ട് ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു. അയാൾ പറഞ്ഞു, അത് വേണ്ട, നാളെ ഒരു ബില്ലി ഗ്രഹാം എന്നും പറഞ്ഞ ഒരു വൻ തോക്ക് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അയാളുടെ പ്രസംഗം കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന്. ഇത് ബില്ലി ഗ്രഹാം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? നമ്മളെല്ലാം ഈ മനുഷ്യനെ പോലെയാണ്. നമ്മള് ഒക്കെ ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നതൊന്നും നമ്മുടെ പണിയല്ല. അതൊക്കെ ഈ ബില്ലി ഗ്രഹാമിനെ പോലുള്ള വൻ തോക്കുകൾ, ബിഗ് ഗൺസ്, അവരുടെയൊക്കെ പണിയാണ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ജോലി എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ക്രൈസ്തവരായ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക, അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ സ്വന്തം ജീവിതത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് അതിന്റെ അർത്ഥം. ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. ഇതാണ് അവന്റെ ഒന്നാമത്തെ ധർമ്മം, ദൈവത്തെ അറിയുക. അത് കഴിഞ്ഞാൽ അവൻ അറിയുന്ന ദൈവത്തെ
അവൻ രുചിച്ചറിയുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിൽ കവിഞ്ഞ മറ്റെന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നിർഭാഗ്യവശാൽ നമ്മളോ നമ്മളുടെ ആധുനിക സഭകളോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും വളരെ ബോധേഡ് ആണെന്ന് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് കർത്താവ് 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നിട്ട് അവരെ സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് അയക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അവരെ അയച്ചു എന്നാണ് പറയുന്നത്. ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് അവരെ അയച്ചത്, ജാതികളുടെ അടുക്കിലേക്കല്ല. അപ്പൊ അവർക്ക് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമേ കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം കഴിഞ്ഞ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ കാണുന്നു കർത്താവ് അനന്തരം വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ആ 12 പേരെ കൂടാതെ കർത്താവ് വേറെ 70 പേരെയും കൂടെ നിയമിക്കുന്നു. എന്താണ് ഈ 70ന്റെ പ്രസക്തി? അത് പണ്ഡിതന്മാര് പറയുന്നത് അന്നത്തെ ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് 12 ട്രൈബ്സ് ഉണ്ട്, 12 കുലങ്ങൾ, പിന്നെ 70 രാജ്യങ്ങൾ. ലോകത്തിലെമ്പാടും 70 രാജ്യങ്ങൾ എന്നായിരുന്നു അത്രേ വിശ്വാസം. അതുകൊണ്ടാണ് 70 പേരെ അയക്കുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ വേണ്ടി 70 പേരെ നിയമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 70 പേരെ നിയമിച്ചിരിക്കുന്നത് ഇതെന്താണ്? ഇത് ആദ്യത്തെ 10-ാം അധ്യായത്തിൽ പറയുന്നത് മിഷൻ ഓഫ് ദി ക്ലർജി. കർത്താവ് ഓർക്കുന്നില്ലേ, അത്താഴ സമയത്ത് തന്റെ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തിയിട്ട് ഇത് എന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് പറഞ്ഞ് 12 പേരെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അത് ക്ലർജിയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് ചെയ്യാൻ ക്ലർജിക്ക് മാത്രമേ അവകാശമുള്ളൂ. നമുക്ക് ആർക്കും പോയിട്ട് അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല, അധികാരവുമില്ല. നമ്മളെ ആരെയും അതിന് അധികാരപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്യാൻ ക്ലർജിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതാണ് കാരണം ആ ശിഷ്യന്മാരുടെ പിന്തുടർച്ചയാണ് അവര്, അല്ലെ? നമ്മളുടെ സഭ സ്ഥാപിച്ചത് മർത്തോമാശ്ലീഹയാണ്. അപ്പൊ അദ്ദേഹം കർത്താവിന്റെ ശിഷ്യനാണ്. കർത്താവ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് വേറെ കുറെ പേരെ ക്രിസ്ത്യാനികളാക്കി, അവർക്ക് കൈവയ്പ് കൊടുത്തു. അവരിൽ നിന്നും ഒരുപാട് പിതാക്കന്മാർ വന്നു. അങ്ങനെ വന്ന ഒരുപാട് പേരുടെ അനന്തരഗാമികളാണ് പുരോഹിത വർഗം. അപ്പൊ അവരുടെ ജോലിയാണ്, അവരുടെ കർത്തവ്യമാണ് അത് അപ്പവും വീഞ്ഞും വാഴ്ത്തി കർത്താവ് വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീനെന്ന് പറയുന്ന ജോലി ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മുടെ ജോലി എന്താ? കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ആ 70 പേരിൽ പെടുന്നതാണ് ഞാനും നിങ്ങളും. നമ്മളെ ലേറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തേത് 12 മിഷൻ ഓഫ് ദ ക്ലർജി. 12 പേരെ അയക്കുന്നത് മിഷൻ ഓഫ് ദ ക്ലർജി ആണെങ്കിൽ ഈ 70 പേരെ അയക്കുന്നത് മിഷൻ ഓഫ് ദ ലേറ്റി ആണ്. മിഷൻ ഓഫ് ദ ലേറ്റി. നമ്മൾ ഐമേനികളുടെ മിഷനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ 70 പേരെ കർത്താവ് നിയമിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ശ്ലീഹ നോയമ്പിന്റെ സമയമാണ്. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അല്പനേരം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇത് കർത്താവ് അവരെ അയച്ചിട്ട് അവർക്ക് കർത്താവ് പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പീൻ, പോകുവീൻ, ചെന്നായ്ക്കൾ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നു. ഇത് 10-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ ലേറ്റിക്ക് 2 കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പീൻ എന്ന് പറയുന്നു. അത് പ്രയർ ആണ്, അല്ലെ? കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ കുറവാണ്. അപ്പൊ കൊയ്ത്തിന്റെ യജമാനൻ ആര്? കൊയ്ത്തിന്റെ യജമാനൻ ദൈവം തമ്പുരാനാണ്. അപ്പോൾ കൊയ്ത്തിന്റെ യജമാനനോട്
കൂടുതൽ വേലക്കാരെ കിട്ടാൻ വേണ്ടി അപേക്ഷിപ്പീൻ എന്നാ പറയുന്നത്. പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ജോലി പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമത്തെ എന്താണ് പറയുന്നത്? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? പോകുവീൻ. വെർബാണ്, വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോകുവീൻ ആക്റ്റീവ് വെർബാണ്. അപ്പൊ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ പോകണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം, പിന്നെ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാനായി നാം മുന്നിട്ടിറങ്ങണം. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ വാസ്തവത്തില് നമ്മള് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തില് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. അതിൽ 66-ാം അധ്യായം 12-ാം വാക്യത്തില് എഴുതിയിരിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ നോക്കൂ, യഹോവ അരുളി ചെയ്യുകയാണ്, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കുമെന്നാ പറയുന്നത്. പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്? നിന്നെ പാർശ്വത്തിൽ എടുത്തുകൊള്ളും. നിന്നെ കയ്യിൽ അമ്മ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ഇതാണ് കർത്താവിന്റെ വേല ചെയ്യുന്നവരെ എങ്ങനെയാണ് ദൈവം കരുതുന്നത് എന്ന് ഇവിടെ പറയുകയാണ്. മനോഹരമായിരിക്കുന്നു അല്ലെ? നമ്മൾ എന്തൊരു അഷ്വറൻസ് ആണ് നൽകുന്നത്. ഞാൻ നിങ്ങളെ എന്റെ കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് കിടക്കും. അമ്മ കുഞ്ഞിനെ എടുക്കുന്നത് പോലെ ഞാൻ എന്റെ കയ്യിൽ നിങ്ങളെ ചുമന്നുകൊള്ളും. നിങ്ങളെ എന്റെ മുട്ടിന്മേൽ ഇരുത്തി ഞാൻ നിങ്ങളെ ലാളിക്കും. അപ്പനോ അമ്മയോ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നു. വാട്ട് ആൻ അഷ്വറൻസ് അല്ലെ? ഇതാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതോടൊപ്പം നമ്മൾ വായിക്കേണ്ടുന്ന മറ്റൊരു വേദഭാഗം കൂടിയുണ്ട്. അത് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് കിടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ എനിക്ക് ഇടവരരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എനിക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ച എന്റെ കർത്താവിനെ കുറിച്ച് മാത്രമാണ്. അവനെ കുറിച്ച് മാത്രമാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഒന്നാണ്. അതിന് ഇവിടെ നമുക്ക് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് എല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുകയും എല്ലാം നിങ്ങളിൽ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുകയും വേണം. You should pray as if everything is dependent on God and work as if everything depends on you. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടുന്നത്. കാരണം സോൾ വിന്നിങ്, മറ്റുള്ള ആത്മാക്കളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ ഇമ്പരറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഈ ഗോസ്പെൽ എന്ന വാക്ക് തന്നെ നോക്കുക. ഗോസ്പെൽ എന്ന വാക്കൊന്ന് ഡിവൈഡ് ചെയ്യുക. GOSPEL അല്ലേ എന്റെ സ്പെല്ലിങ്? അത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഗോ, പോവുക, ആൻഡ് സ്പെൽ, ഗോ ആൻഡ് സ്പെൽ, അതാണ് ഗോസ്പെൽ. അത് നമുക്ക് കർത്താവിനെ വേണ്ടിയിട്ട് ഈ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്നവൻ മറ്റുള്ളവർക്ക് പോയി പറയണം. ഇപ്പൊ നമുക്കറിയാം, ആദ്യം കർത്താവിനെ അടുത്ത് പോകുന്ന ശിഷ്യൻ ആരാ? അന്ത്രയോസ് ആണ്. അന്ത്രയോസ് പോയിട്ട് ആ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുന്നത് അല്ലെ? നമ്മൾ ആ ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്കറിയാമല്ലോ. വെള്ളം ചോദിച്ച് കർത്താവ് സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയോട്. അത് കഴിഞ്ഞ് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് ചില്ലറക്കാരനല്ല എന്റെ മുൻപിൽ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം അവളുടെ പൂർവ്വ ചരിത്രത്തെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ പോയി അവളുടെ വേഗം തന്നെ 5 ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വരിക എന്നൊക്കെ കർത്താവ് പറയുമ്പോഴേ എനിക്കിപ്പോഴുള്ളത് ഭർത്താവല്ല എന്നൊക്കെ പറയുന്ന സംഭവത്തെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്.
അവളെന്താ ചെയ്യുന്നത്? അവൾ ഓടിപ്പോയി നാട്ടിൽ അവിടെ ഗ്രാമത്തിൽ ചെന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ദേ വേഗം വാ, ഞാനൊരു വലിയൊരു ആളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ചെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു സുവിശേഷ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഞാനിപ്പോൾ ഓർക്കുകയാണ്, 2016 ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് നമ്മുടെ പഴയ സെമിനാരിയുടെ 200-ാം വാർഷികം കൊണ്ടാടിയത്. അന്ന് ഞാൻ അവിടെ പ്രസംഗിക്കാനായിട്ട് പോയി. പരിശുദ്ധ ബാവാതിരുമേനി, പിന്നെ വിദേശത്ത് നിന്ന് വന്ന ഒരു പാത്രിയാർക്കീസ്, പിന്നെ പിന്നെ കേരള ഗവർണർ, അങ്ങനെ വലിയ സമ്പുഷ്ടമായ ഒരു വേദിയായിരുന്നു. 10,000-10,000 ആൾക്കാർ കേൾക്കാനായിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കേൾക്കാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് പല പല ദിക്കുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ആളെ മാറ്റിയിരുത്തി എല്ലാം ഇങ്ങനെ പിന്നെ ക്ലോസ് സർക്യൂട്ട് TV ഒക്കെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തിയത്. ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോഴേ എല്ലാവരും സായിബന്മാരൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ ഒ തോമസ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ജിജി എങ്കിലും ഇനി മലയാളത്തിൽ പറയണം, എല്ലാവരും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ മലയാളത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഞാൻ ഗവർണറുടെ പെർമിഷൻ ചോദിച്ചു. അദ്ദേഹമാണ് സ്റ്റേറ്റിന്റെ ഹെഡ്. അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുമതിയോടുകൂടി എന്നെ പോലൊരു ഉദ്യോഗസ്ഥൻ പ്രസംഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഗവർണറോട് ചോദിച്ചു, യുവർ എക്സലൻസി, മേ ഐ ഹാവ് യുവർ പെർമിഷൻ ടു സ്പീക്ക് ഇൻ മലയാളം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ മലയാളം, ലെറ്റ് യു സ്പീക്ക് ഇൻ മലയാളം, ലെറ്റ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രസംഗം മാറ്റി വെച്ചിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചു. അന്ന് പ്രസംഗിച്ചത് ഈ വിഷയം തന്നെയായിരുന്നു. അന്ന് ഞാൻ ഇതേപോലെ പറഞ്ഞു, ഒരു ക്രൈസ്തവന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഇത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് എന്റെ മുമ്പിൽ ഇരുന്ന 2 പത്രക്കാര് എന്ത് അറിയാമോ, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞിട്ട് ഉടനെ അമ്മ ഒരു റിപ്പോർട്ട് അങ്ങ് എഴുതി. ചീഫ് സെക്രട്ടറി എല്ലാവരെയും ക്രൈസ്തവരാക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പിന്നെ വേറൊരാൾ എഴുതി, എല്ലാവരെയും കൺവേർട്ട് ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു റിപ്പോർട്ട് അങ്ങ് എഴുതി. അപ്പൊ റിപ്പോർട്ട് കഴിഞ്ഞ് പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ജിജി ഇന്ന് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞു, എന്ത് കോൺട്രവേഴ്സി? അപ്പൊ പറഞ്ഞു, എല്ലാവരെയും കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ചീഫ് സെക്രട്ടറി ആസ്ക് ഫോർ മാസ് കൺവേർഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ അദ്ദേഹം എന്നെ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ഈ മഹാന്മാർ മുമ്പിൽ ഇരുന്ന 2 പത്രക്കാര് അവരെ എഴുതി വിട്ടു. അവർ എല്ലാവർക്കും കോൺട്രവേഴ്സി ഉണ്ടാക്കലാണല്ലോ താല്പര്യം. നേരെ ചൊവ്വയെ സത്യം പറയുന്നതും എഴുതുന്നതും ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. അവരെഴുതി ഇങ്ങനെ ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ എന്നാണ്. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും ഷുഡ് ഗോ ആൻഡ് സ്പെൽ ക്രൈസ്റ്റ് അമംഗ്സ്റ്റ് അതർ പീപ്പിൾ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും കൺവേർട്ട് ചെയ്യണം എന്നും പറഞ്ഞു അവര് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ എഡിറ്ററോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അങ്ങനെ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാനൊന്ന് മയപ്പെടുത്തി പ്രസിദ്ധീകരിക്കാം. ജിജി തോംസൺ കോൾസ് ഫോർ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ പിറ്റേ ദിവസം പേപ്പറിൽ വന്നത്. പക്ഷെ അതിനോടൊപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, മിനിറ്റിനുള്ളിൽ ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് അടിച്ചു വിടും, ലോകം മുഴുവനും പരക്കും. ഉടനെ തന്നെ പിറ്റേ ദിവസം ഞാൻ മാസ് കൺവേർഷന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞു വലിയ പ്രശ്നമായി. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ പ്രകടനം നടത്തി. എന്റെ പിന്നെ എന്താണ് എഫിജി കത്തിച്ചു. വലിയ പ്രകടനമായിരുന്നു, വലിയ ബഹളമായിരുന്നു. എന്നിട്ട് എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നു. പിന്നെ നമുക്കറിയാലോ നാട്ടിൽ നടക്കുന്ന നാടകങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അന്നിങ്ങനെ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ക്രൈസ്തവന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തലാണ്. അപ്പോഴേ പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എല്ലാവരെയും പിടിച്ച് നീ വാ ഞങ്ങളുടെ ചർച്ചിൽ ചേര് എന്ന് പറഞ്ഞ് അവനെ കൺവേർട്ട് ചെയ്യുകയില്ല. അവന് ഗോതമ്പും ഉപ്പിട്ടും കൊടുക്കാമെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ജോലി മേടിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ കൺവേർട്ട് ചെയ്യുന്നതിനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ബോധ്യമാവും. അപ്പൊ ഞാനും നിങ്ങളും ഇവാഞ്ചലിസ്റ്റുകളാണ്. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നടത്തേണ്ടതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം, 3 രീതിയിൽ നമുക്ക് സുവിശേഷ പ്രവർത്തനം നടത്താം. ഒന്ന് മാസ് ഇവാഞ്ചലിസം,
അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അവിടെ മാരാമൺ കൺവെൻഷൻ, അല്ലെങ്കിൽ മാക്കാംകുന്ന് കൺവെൻഷൻ, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ 10,000-കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി അവിടെ ദൈവവചനം അവിടെ പറയുക, വിശദീകരിക്കുക, വ്യാഖ്യാനിക്കുക ഒക്കെ ചെയ്യുന്നതാണല്ലോ നമ്മൾ കൺവെൻഷൻ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. അതിനാണ് മാസ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ കൂടുതൽ ഇനി വേറെ 2 മാർഗങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത്തേത് പേഴ്സണൽ ഇവാഞ്ചലിസം, മൂന്നാമത്തേത് ചർച്ച് ഇവാഞ്ചലിസം. അപ്പോൾ മാസ് ഇവാഞ്ചലിസം ഒന്ന്, പേഴ്സണൽ ഇവാഞ്ചലിസം ആൻഡ് ചർച്ച് ഇവാഞ്ചലിസം. നമുക്ക് ഈ 2 കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് പറയട്ടെ. പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും നിങ്ങളും ഇവാഞ്ചലിസ്റ്റുകളാണ് ബേസിക്കലി. അതാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നാളെ നമ്മൾ മുക്കിലും മുലയിലും പോയി നിന്നിട്ട് വേദോസം എടുത്ത് വെച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം ഞാൻ ഉറക്കെ വായിക്കുക, വേറൊരാൾ ഏറ്റു വായിക്കുക, ഉടനെ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും സുവിശേഷ പ്രവർത്തനം ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാം അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പണ്ടൊരു കാലത്ത് നടന്നിട്ടുണ്ടാവണം. ഇന്ന് അതൊന്നും സാധ്യമല്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഇവാഞ്ചലിസം അല്ല. എന്താണെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഒരു കഥ നിങ്ങളോട് പറയട്ടെ. ഇത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾ പലപ്പോഴും ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവണം, കേട്ടിട്ടുണ്ടാവണം. ഇത് നടന്ന സംഭവമാണ്. ടോമി എന്നൊരു കൊച്ചു പയ്യന്റെ കഥയാണിത്. ടോമി 2 കാലും തളർന്ന ഒരു പയ്യനായിരുന്നു. അവൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ അവനെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞു. ഒരു പാവപ്പെട്ട ആൾക്കാരായിരുന്നിരിക്കണം. കാരണം അവർക്ക് ഈ കുഞ്ഞിനെ 2 കാലും തളർന്ന ഒരു കുഞ്ഞിനെ പോറ്റാനാവില്ല എന്ന് കണ്ടിട്ട് ആ കുഞ്ഞിനെ റോഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞു. അതുവഴി പോയ ഒരു വിധവ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ കുഞ്ഞിനെ എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അവരും വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ഒരു ചെറിയ ഒരു ഫ്ലാറ്റ്, ഒരു 2 ബെഡ്റൂം മാത്രമുള്ള ഒരു ചെറിയ ഫ്ലാറ്റിലാണ് അവർ താമസിച്ചിരുന്നത്. അവരവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ട് കിടത്തി, കട്ടിലിൽ കൊണ്ട് കിടത്തി അതിനെ പരിചരിച്ചു. അവന്റെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ വിധവയ്ക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആൾപ്പാട് ഈ കുഞ്ഞിനെ കിട്ടി ദൈവം തന്ന നിധിയെ പോലെ ആണെന്ന് വിചാരിച്ച് അവനെ വളരെയധികം പരിചരിച്ചു, സ്നേഹിച്ചു, ലാളിച്ചു, വളർത്തിക്കൊണ്ടുവന്നു. കുഞ്ഞിനെ അവർക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഒരു ജനാലയുടെ അടുത്ത് കട്ടില് അടുപ്പിച്ച് വിട്ടിട്ട് അവിടെയാണ് കിടത്തിയിരുന്നത്. അപ്പോൾ അവന് കർട്ടനൊക്കെ നീക്കിയിട്ട് ആ ജനാലിൽ കൂടെ താഴോട്ട് നോക്കാൻ സാധിക്കും. അപ്പോൾ ആളുകളൊക്കെ ധൃതി വെച്ച് വളരെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതും എല്ലാം അവന് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ എനിക്ക് ടോമിയുടെ ബർത്ത്ഡേ വന്നു. അപ്പൊ ബർത്ത്ഡേ വന്നപ്പോൾ അവനൊരു പ്രസന്റ് കൊടുക്കണ്ടേ. അപ്പോൾ അവന്റെ 2-3 കൂട്ടുകാര് ആ അടുത്തടുത്തുള്ള വീടുകളിലുള്ളവരെല്ലാം കൂടെ വന്നിട്ട് അവന് എന്ത് പ്രസന്റ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ടോമി പറഞ്ഞു, എനിക്ക് ഒരു പുസ്തകം കിട്ടിയാൽ കൊള്ളാം. അപ്പൊ എങ്ങനത്തെ പുസ്തകം വേണം? അത് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്ന ഒരാളിന്റെ ഒരു ജീവചരിത്രം, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഉടനെ കുട്ടികൾ പോയിട്ട് ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ഒരാളുടെ കഥയുള്ള ഒരു ഓട്ടോബയോഗ്രഫിയോ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനത്തെ ഓട്ടോബയോഗ്രഫി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു പോയി പല കടകളിലും കയറി ഇറങ്ങി. അവസാനം ഒരു ബുക്ക് സെല്ലർ പറഞ്ഞു, ഒരു പുസ്തകം ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി എടുത്തു കൊടുത്തു. ഇതിൽ പറഞ്ഞു, ഇതിൽ പറയുന്ന ആള് ഈ പറഞ്ഞതുപോലെയാണ്. സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവനെ വില കൽപ്പിച്ച ആളാണ്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ച ആളാണ്. ഇതൊരു പക്ഷേ ആ കുട്ടിക്ക് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞ് ആ പുസ്തകം കൊടുത്തു. അതാണ് അവനത്തെ ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ ബർത്ത്ഡേ പ്രസന്റ് കിട്ടി കഴിഞ്ഞിട്ട് ടോമി ഈ പുസ്തകമൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ അവന് വലിയ ആവേശമായി. കാരണം ഓരോ താളുകൾ മറിക്കുമ്പോഴും കർത്താവ് ചെയ്ത ഓരോരോ കാര്യങ്ങൾ, അവന്റെ ജീവിതമെല്ലാം അവൻ 4 ഗോസ്പലും വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്തെന്നില്ലാത്ത ആവേശമുള്ളവനായി മാറി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇത് ആരോടെങ്കിലും പറയണം. പക്ഷെ പറയാൻ നിവർത്തിയില്ല, കാരണം കാലിരണ്ട് തളർന്ന കുട്ടിയാണ്. പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവൻ എന്താ ചെയ്തെന്നറിയാമോ? ചെറിയ പേപ്പറിന്റെ കഷ്ണങ്ങൾ, പേപ്പർ മുറിച്ചിട്ട് ചെറിയ പേപ്പർ ബിൽസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ അവൻ ഇഷ്ടപ്പെട്ട വരികൾ എഴുതാൻ തുടങ്ങി. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിലും ഉപരി സ്നേഹം മറ്റാർക്കുമില്ല.
എല്ലാം യഹോവയിൽ സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വേദഭാഗങ്ങള് അവന് എഴുതി മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തനം 118 സങ്കീർത്തനം 8 വാക്യം ഇതൊക്കെ എഴുതി ഇവനിങ്ങനെ പേപ്പറിനകത്ത് ഈ ജനൽ കൂടി ഇങ്ങനെ പറത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ രാവിലെ ആൾക്കാർ ഓഫീസിലേക്ക് പോകാനായിട്ട് എല്ലാവരും 9 മണിക്ക് മുമ്പ് ഓഫീസിൽ എത്താൻ വേണ്ടി ഭയങ്കര വേഗത്തിൽ പോവുകയാണ്. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ പേപ്പറിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ പറന്നു വരും. ചിലരുടെയൊക്കെ ദേഹത്ത് വന്ന് വീഴും. അവരിത് എന്താന്ന് നോക്കും. വേദവാക്യാണോ, ഇതൊക്കെ എനിക്കറിയാവുന്നതാണോ നമ്മുടെ അടുത്ത് ദൂരെ കളയും. ചിലർ വായിക്കാൻ പോലും മെനക്കെടില്ല, തട്ടിക്കളയും. പക്ഷെ അങ്ങനെ ഒരു ദിവസം അതിൽ കൂടി പോയ ഒരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ ഈ ഒരു പേപ്പർ കഷ്ണം കിട്ടി. അയാൾ തുറന്നു നോക്കിയപ്പോൾ അയാൾക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന വേദവാക്യം അയാളെ വല്ലാതെ സ്പർശിച്ചു. അയാൾ വിചാരിച്ചു, ഇത് എനിക്ക് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ എഴുതിയിരിക്കുന്നതാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം 118 സങ്കീർത്തനം 8 വാക്യം ഞാനിപ്പോ പറഞ്ഞില്ലേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് എഴുതി വേദപുസ്തകത്തിന്റെ സെൻട്രൽ പിന്നെ വാക്യം എന്ന് പറയുന്ന അതാണ്. എന്ന് വെച്ചാല് 118 സങ്കീർത്തനം 8 വാക്യം. ബൈബിൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സെൻട്രൽ വാക്യമാണിത്. ഇത് കിട്ടി ഇയാൾക്ക് ഇത് വലിയ ആവേശമായി. ഇത് എനിക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണെന്ന് തോന്നി. ഇത് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിറ്റേ ദിവസവും രാവിലെ അവിടെ ചെന്ന് നോക്കി, ഏതുവഴിയാണ് ഇത് വന്നത്, ഇത് ദൈവം മോളിന്ന് വല്ല ഇടുന്നതാണോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു രണ്ടാമത്തെ നിലയിൽ നിന്നും ഒരു ജനലിൽ നിന്നും കുറെ കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ പറന്നു വരുന്നു. അത് ആരായിരിക്കും എന്നന്വേഷിച്ച് അവിടെ ചെന്നു നോക്കിയപ്പോഴെന്താ കണ്ട കാഴ്ച, ഈ 2 കാലും തളർന്ന ഒരു കുട്ടി അവിടെ ജനലിനോട് അടുത്തിരുന്ന് കിടന്ന് ഈ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തെറിയുകയാണ്. അപ്പൊ ആ അമ്മയോട് ചോദിച്ചു എന്താണ് ഈ കുഞ്ഞിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പൊ അവരവരുടെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ വലിയ ധനാഢ്യനായ ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ എനിക്ക് തരുമോ? ഞാൻ ഇവനെ വളർത്തിക്കൊള്ളാം. അവന് വേണ്ട എല്ലാം ഞാൻ ചെലവുകളും ഞാൻ നോക്കിക്കൊള്ളാം. അവനെ നല്ല രീതിയിൽ ഞാൻ വളർത്തുക. അവന്റെ എല്ലാ ഭാവി എല്ലാം എന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അമ്മയ്ക്ക് ഇതിനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് തരിക എന്ന് പറഞ്ഞു. അപ്പോഴ് അമ്മയ്ക്ക് അറിയാമായിരുന്നു, ആ വിധവയ്ക്ക് അറിയാമായിരുന്നു ഈ കുഞ്ഞിനെ വളർത്താൻ വലിയ പ്രയാസമാണ്. അവർക്ക് അതിനുള്ള ധനാഗമ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴ് അവര് പറഞ്ഞു, കുഞ്ഞിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ടോമിയോട് ചോദിച്ചു. അപ്പൊ ടോമി പറഞ്ഞു, അങ്കിൾ അവിടെ വീട്ടില് ഇതുപോലെയുള്ള മുറിയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാളും മനോഹരമായ മുറിയുണ്ട്, വളരെ സൗകര്യങ്ങളുള്ള മുറിയുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കാം, നിനക്ക് എന്ത് ആവശ്യങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ടാവും. അവിടെ ഇതേപോലെ ഇതിനേക്കാളും മനോഹരമായ മുറിയായിരിക്കും, ഇതിനേക്കാളും സൗകര്യങ്ങളുള്ള കണ്ടീഷൻ ചെയ്ത മുറിയാണ്, അവിടെ നിനക്ക് കിടക്കാം. അപ്പോൾ ടോമി ചോദിച്ചു, അപ്പോൾ അങ്കിൾ ആ ജനലിന്റെ അടുത്ത് കിടന്നാൽ എനിക്കിങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കാണാൻ പറ്റില്ല, കാരണം എന്റെ വീട് 5 ഏക്കറിനകത്തിരിക്കുന്ന ഒരു വലിയ ബംഗ്ലാവാണ്, അവിടെ നിന്ന് നോക്കിയാൽ ആളുകൾ പോകുന്നതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അങ്കിൾ, അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ ഇങ്ങനത്തെ നോട്ട്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഇതാണ് ടോമിയുടെ കഥ. ഈ കുഞ്ഞിന്റെ ഇവാഞ്ചലിസം നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ഈ കുഞ്ഞ് നോക്കൂ, 2 കാലം തളർന്നു കിടക്കുന്ന കുഞ്ഞ്, അവന് വേണ്ടുന്നത് എന്താ? കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം. അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒന്നും വേണ്ട. എനിക്ക് കൂടുതൽ സുഖസൗകര്യങ്ങൾ കിട്ടും, കൂടുതൽ ധനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും കിട്ടും, വേണ്ട, അതിനേക്കാളും ഉപരി ഏറ്റവും വലുത് അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതാണ്. അതിനുള്ള അവസരം നിഷേധിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഈ കുഞ്ഞ് ആണ് ഇവാഞ്ചലിസ്റ്റ്. ഇതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റുകളാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും, നമ്മൾ ഇരിക്കുന്ന ഏത് നിലയിൽ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, ലെക്ചറർ ആവാം, കൃഷിക്കാരനാവാം, അല്ല പോലീസ് ഓഫീസർ ആകാം, ആരോ ആകട്ടെ, നിങ്ങൾ ഏത് നിലയിലാണോ കർത്താവ് നിങ്ങളെ വെച്ചിരിക്കുന്നത് ആ നിലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാം. പ്രസംഗിക്കണ്ട, എഴുതണ്ട, ലേഖനങ്ങൾ എഴുതണ്ട, ഒന്നും ആവശ്യമില്ല. സ്വന്തം ജീവിതത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. ഈ പേഴ്സണൽ ഇവാഞ്ചലിസം നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്നുള്ളതാണ് എന്റെ പോയിന്റ്.
ഇനി മൂന്നാമത്തേത് മാസ് ഇവാഞ്ചലിസം. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറഞ്ഞില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. പേഴ്സണൽ ഇവാഞ്ചലിസം ഇതാണ്. ഇനി മൂന്നാമത് വേണ്ടുന്നത് ചർച്ച് ഇവാഞ്ചലിസം ആണ്. എന്താണ് ഈ ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ചോദിക്കും, ചർച്ചിലൊക്കെ എന്താ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട്. ഞായറാഴ്ച കുർബാനയുടെ ഇടയ്ക്ക് 5-10 മിനിറ്റ് പുരോഹിതൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്. പ്രാർത്ഥനാ യോഗത്തിൽ പറയുന്നുണ്ട് മർത്തമറിയം സമാജമുണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ സമാജമുണ്ട്. ഇതൊക്കെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പേഴ്സണൽ ഇത് ചർച്ച് ഇവാഞ്ചലിസത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ചർച്ച് ഇവാഞ്ചലിസം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതുകൂടി ഒന്ന് വിശദമാക്കാം. വീണ്ടും ഞാൻ ഒരു സംഭവം നിങ്ങളോട് വിവരിക്കാം. ലണ്ടനിലെ സെൽവിൻ ഹ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ വിവരിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സെൽവിൻ ഹ്യൂസ് ഒരിക്കല് കാനഡയിൽ പോയി പ്രസംഗിക്കാനായിട്ട്. അവരുടെ പള്ളിയിൽ ചെന്നു. അപ്പൊ ഇവിടുത്തെ പോലെ വലിയ പള്ളികളൊന്നുമല്ല, എല്ലാം ചെറിയ ചെറിയ പള്ളികളാണ്. അവിടെ ചെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ പള്ളിയിൽ നടന്നു വന്നു അത്ര തൃപ്തികരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എല്ലാവരും ഒക്കെ ചുമ്മാതെ പാടുന്നു, ആർക്കും ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. പള്ളി കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ പാട്ടിന് പോയി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെ ഒരു പള്ളിയിലാണല്ലോ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വന്നത് എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വന്നില്ലേ, അവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് അത്ര ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വമേധയാ തനത്താനൊരു ആഗ്രഹം വേണം, തനത്താനൊരു സ്പിരിറ്റ് ഉണ്ടാവണം. there should be fire in your belly എന്ന് പറയില്ലേ? അങ്ങനെ ഫയർ ഇൻ യുവർ ബെല്ലി ഉണ്ടാകുമ്പോഴാണ്, നമ്മുടെ ഉദരത്തിൽ തീ വേണം. അങ്ങനെ ഒരു തീ ഉണ്ടാകുമ്പോഴാണ് നല്ല പ്രസംഗം ചെയ്യാൻ കഴിയുന്നത്. പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്, ചില പള്ളികളിൽ ചെന്ന് പ്രസംഗിച്ചാലും നല്ല പ്രസംഗം നമ്മൾ എത്ര വിചാരിച്ചാലും ഉണ്ടാവില്ല. എന്നാൽ ചിലടത്ത് അങ്ങനെയല്ല. അപ്പൊ അത് പോട്ടെ. ഇവിടെ പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു, വലിയ വിഷമത്തോട് പ്രസംഗിച്ചിട്ട് സ്ഥലം വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും 10 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആ പള്ളിയിൽ തന്നെ പോകാൻ വീണ്ടും ഒരു അവസരം വന്നു. അദ്ദേഹം അവിടെ പോയി. അവിടെ എങ്ങനെ വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം വിചാരിച്ചതിനേക്കാളും ചെന്നപ്പോഴ് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആളുകളെല്ലാം വളരെ വികാരാവേശത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, എല്ലാവരും ഇൻവോൾവ്ഡ് ആകുന്നു. അവിടെ അദ്ദേഹം ഒരു അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, ഇവിടെ എന്താണ് ഒരു വലിയ വ്യത്യാസം കാണുന്നല്ലോ? 10 വർഷം മുമ്പ് ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോഴേ ഇങ്ങനെ ഒരു വ്യത്യാസം കണ്ടില്ല. എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിവിടെ ഒരു കാരണം ഉണ്ടായി. കാരണം ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരി സ്ത്രീ വന്നു. അവൻ ഞങ്ങളുടെ പള്ളിയിലെ അംഗമായിരുന്നില്ല, ഇടവകക്കാരി ആയിരുന്നില്ല. ഒരു അപരിചിതയായ ഒരു സ്ത്രീയാണ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ നോക്കിയപ്പോ അവള് ഗർഭിണിയായിരുന്നു. അവളുടെ കയ്യില് മോതിരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വിവാഹിതയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഒരു അവിഹിത ഗർഭത്തിന്റെ ഉടമയാണ് അവൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ എല്ലാവരും അവളെ വളരെ അവജ്ഞയോടെ നോക്കി. അത് കഴിഞ്ഞ് പള്ളി പിരിഞ്ഞു എല്ലാവരും അങ്ങ് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴ് ഒരു വാർത്ത കിട്ടി, അവിടെ ഒരു മലയിടുക്കിൽ ഒരു യുവതിയുടെ മൃതദേഹം കിടക്കുന്നു എന്നൊരു വാർത്ത കിട്ടി. ഞങ്ങളെല്ലാം പോയി അന്വേഷിച്ചു. നോക്കിയപ്പോഴ് അന്ന് പള്ളിയിൽ വന്ന അതേ യുവതി തന്നെയായിരുന്നു. അവ പരിശോധിച്ച സമയത്ത് അവളുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പിൽ ഇത്ര മാത്രം എഴുതിയിരുന്നു, nobody cared, ആരും എന്നെ ഗൗനിച്ചില്ല എന്ന മലയാളത്തിൽ. അപ്പൊ അവർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആ കുറിപ്പ് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് വിഷമമായി. ഈ സ്ത്രീ ആണല്ലോ നമ്മുടെ പള്ളിയിൽ വന്നത്, നമ്മൾ ആരും അവളുടെ കാര്യം അന്വേഷിച്ചില്ല. അവളുടെ ഭാഗത്താണോ തെറ്റ് എന്ന് നമ്മൾ ചോദിച്ചില്ല, നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ല. അത് കാരണം അവൾ ഡിപ്രസ്ഡ് ആയിട്ട് അവൾ സ്വന്തം ജീവിതം ത്യജിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങളുടെ മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കി. ഇത് ഒരു യഥാർത്ഥ ക്രൈസ്തവ രീതിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇനി ഞങ്ങളുടെ പള്ളിയിൽ ആര് വന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ക്ഷേമം അന്വേഷിക്കണം, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം, അവരുടെ വൃദ്ധിക്ഷയങ്ങളിൽ ഭാഗഭാക്കുകളാവണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. അതിൽ വന്ന മാറ്റമാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ചർച്ച് ഇവാഞ്ചലിസം. ഈ ചർച്ച് ഇവാഞ്ചലിസം ഇന്ന് നടക്കുന്നുണ്ടോ? പള്ളിയിൽ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? മർത്തമറിയ സമാജവും പിന്നെ യുവജന പ്രസ്ഥാനവും എല്ലാം നടക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് വേണ്ടുന്ന ഒന്നാണ് ഇത്. നമ്മുടെ ഇടവകയിലുള്ള ഏറ്റവും പാവപ്പെട്ട ആളിനെ പോലും കണ്ടാൽ തിരിച്ചറിയാനും, അവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരാനും, അവന്റെ ഉയർച്ചയിലും താഴ്ചയിലും അവനോടൊപ്പം കൈത്താങ്ങായി നിൽക്കാനും നമുക്ക് കഴിയുമോ? അവരെ നമ്മൾ മൈൻഡ് ചെയ്യുമോ? നമ്മുടെ സ്വന്തം പള്ളിയിലുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യും, അല്ലെ? അപ്പോൾ ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്,
ഈ രീതിയിലുള്ള ഒരു ഇവാഞ്ചലിസം. ഇതാണ് 70 വരെ കർത്താവ് അയക്കുമ്പോൾ കർത്താവും ആവശ്യപ്പെടുന്നു. കർത്താവ് പറയുന്നുണ്ട്, അവര് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? അവര് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് പിന്നെ പഴയ നിയമകാലത്ത് ഇതുപോലെ ദൈവത്തിന്റെ കൈ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 365 വർഷം ജീവിച്ചിരുന്ന ഹാനോക്ക്, ദൈവത്തിന്റെ കൈ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവം അവനോടൊപ്പം നടന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ കർത്താവ് അവരെ അയക്കുമ്പോൾ കർത്താവ് അവർക്കൊരു വലിയ ശക്തിയാണ് കൊടുക്കുന്നത്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നോക്കൂ, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിലും വസിക്കും. ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യുന്നു. വ്യത്യാസമുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മളിൽ വസിക്കുകയാണ്. വ്യത്യാസമുണ്ട്. പഴയ നിയമകാലത്ത് നമ്മളോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു, അവന്റെ കൈ നമ്മുടെ മേലുണ്ടായിരുന്നു, നമ്മളോടൊപ്പം നടന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളിൽ വസിക്കുന്നു എന്ന് ഞാൻ ഇതൊരിക്കലും വായിച്ചിട്ടില്ല. ഇവിടെ പുതിയ നിയമകാലത്ത് അങ്ങനെയല്ല. കർത്താവ് പറയുന്നത് നമുക്കറിയാം, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കണം. ഒരു മുന്തിരിവള്ളിക്ക് കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കണ്ടേ? എങ്കിലല്ലേ അത് പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എന്നിലും വസിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രേരിതമായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് നമുക്കും കർത്താവിന്റെ പേരിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നത്. അത് മിറക്കിൾസ് ചെയ്യുന്നതല്ല, നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ്. അങ്ങനെ വസിച്ചത് കൊണ്ടാണ് ഈ 70 പേർക്കും വലിയ ഭൂതങ്ങളെ പോലും കീഴടക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് അറിയാം, പഴയ നിയമത്തിലെ ദൈവം എന്ന് പറയുന്ന ആൾ മിഷണറിയായ ദൈവമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഒരു കുടുംബത്തെ അവൻ തിരഞ്ഞെടുത്തു. സുവിശേഷങ്ങളിലെ ക്രിസ്തു മിഷണറിയായ ക്രിസ്തുവാകുന്നു. ജാതികളോട് സുവിശേഷ ഘോഷണം നടത്താൻ ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഇനി അപ്പോസ്തല പ്രവർത്തികളിലെ പരിശുദ്ധാത്മാവ് മിഷണറിയായ പരിശുദ്ധ റൂഹായാകുന്നു. അവൻ സാക്ഷീകരിക്കാൻ അത് ശ്ലീഹന്മാരെ ശക്തിപ്പെടുത്തി. ലേഖനങ്ങളിൽ പറയുന്ന സഭ മിഷണറി സഭയാകുന്നു. ലോകം മുഴുവനുമുള്ള സഭയായി മാറണമെന്ന് പറയുന്നില്ലേ? ഇനി വെളിപാട് പുസ്തകത്തിൽ പ്രവചിക്കുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത് മിഷണറി ക്ലൈമാക്സ് ആണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ആഗോള സഭയാണ്. 1885 ജനറൽ വില്യം ബൂത്ത്, രക്ഷാസൈന്യത്തിന്റെ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്ത്, അദ്ദേഹം ലണ്ടനിലെ രക്ഷാസൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദിച്ചു, ലോകത്തിന്റെ ചുറ്റളവ് എത്ര, ഭൂമിയുടെ ചുറ്റളവ് എത്ര? അപ്പോൾ അവർ പറഞ്ഞു 25,000 മൈൽ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അതിനു ചുറ്റും കൈകൾ കോർക്കാനായി നാം വളരണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളെല്ലാവരും. നിങ്ങൾ ഏത് ഡിനോമിനേഷനുള്ളവരാവട്ടെ, നിങ്ങൾ കത്തോലിക്കനാവട്ടെ, ഓർത്തഡോക്സുകാരനാവട്ടെ, യാക്കോബായക്കാരനാവട്ടെ, മാർത്തോമക്കാരനാവട്ടെ, പെന്തക്കോസ്തുകാരനാവട്ടെ, ആരുമാകട്ടെ, അതിലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. അവനെ എൻ്റെ ജീവിതത്തിലൂടെ കാണിക്കണം. ഞാൻ പോകുന്ന പള്ളി അതുപോലെയുള്ള ഒന്നായിരിക്കണം. വെറുതെ വാചകം കൊണ്ടുള്ള സുവിശേഷ പ്രസംഗമല്ല ഞാൻ പറയുന്നത്. പ്രവൃത്തിയിലൂടെ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി മാറണം. അങ്ങനെ മാറുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൈകൾ കോർക്കുമ്പോൾ ഈ ഭൂമിയുടെ ചുറ്റളവ് 25,000 മൈൽ നമുക്ക് കൈകൾ കോർത്തു നിൽക്കാൻ മാത്രമായി നമ്മൾ വളരും. അങ്ങനെ വളരാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ എല്ലാവരെയും സജ്ജരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.